ചില ആളുകൾ കരുതിയിട്ടുള്ളത് ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിൽ അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും പെർമിഷൻ ചോദിക്കാതെ ബെഡ്റൂമുകളിലേക്ക് കയറുന്നു, അടുക്കളകളിലേക്ക് പോകുന്നു, സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അവർ മഹ്റമുകൾ പോലുമല്ല. എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മക്കളാവാം, കസിൻ ബ്രദേഴ്സ് ആവാം. പക്ഷെ അവരൊന്നും മഹ്റമുകളല്ല, അവർക്കൊന്നും അനുവാദമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ പെങ്ങന്മാർ, സിസ്റ്റേഴ്സ്, നമ്മുടെ ഉമ്മമാർ, അവരുള്ള റൂമിലേക്ക്, അവർ റൂമിലാണെങ്കിൽ, പൊതുവായ സ്ഥലത്തല്ല, അവർ റൂമിൽ പ്രത്യേകം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ബെഡ്റൂം തുറക്കുന്ന വിഷയത്തിൽ ഉമ്മയോടാണെങ്കിലും പെർമിഷൻ ചോദിക്കണമെന്നാണ്. അത്രയും ഗൗരവമുള്ള കാര്യമാണെങ്കിൽ സഹോദരിമാരുടെയും ഉമ്മമാരുടെയും കാര്യം പോലും നമ്മൾ അത്രയും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതൊക്കെ ആദാബുകളിൽപ്പെട്ടതാണ്, മര്യാദകളിൽപ്പെട്ടതാണെങ്കിൽ ഇതല്ലാത്ത കുടുംബത്തിലുള്ള മറ്റു പുരുഷന്മാർ, മഹ്റമുകളല്ലാത്ത ആളുകൾ, അവർക്കൊക്കെ എങ്ങനെയാണ് പെർമിഷൻ ഇല്ലാതെ വീട്ടിലേക്ക് കയറാൻ സാധിക്കുന്നത്, സ്ത്രീകളുള്ള റൂമുകളിലേക്ക് കയറാൻ സാധിക്കുന്നത്, സ്ത്രീകൾ മാത്രമുള്ള അടുക്കളകളിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറാൻ സാധിക്കുന്നത്? രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുന്നില്ല, വരുന്നവരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അപ്പോഴാണ് പല നിലക്കുമുള്ള തിന്മകൾ, അധാർമികമായ കാര്യങ്ങൾ, തോന്നിവാസങ്ങളൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത്, അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക.